രുചിക്കൂട്ടുകളുടെ കലവറയായ മലബാറിൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന കുറേയേറെ പലഹാരങ്ങളുണ്ട്. അതിലൊന്നാണ് ഉന്നക്കായ. പേര് കേൾക്കുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുവാനും ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കുവാൻ കഴിയും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ഏത്തപ്പഴം 4 മീഡിയം പഴുത്തതായിരിക്കണം. നെയ്യ് 1 ടീസ്പൂണ്. തേങ്ങ ചെറുതാണെങ്കിൽ 1, വലുതാണെങ്കിൽ അരമുറി. ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂണ്. കുറച്ച് കശുവണ്ടി പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരി. വലിയ ഏത്തപ്പഴം എടുക്കുവാൻ ശ്രമിക്കുക. ഉന്നക്കായ ഉണ്ടാക്കുവാനായി എടുക്കുന്ന ഏത്തപ്പഴം മീഡിയം പഴുത്തതായിരിക്കണം. ഏത്തപ്പഴം ആവിയിൽ വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം വെന്തു പോകരുത്. ഒരുപാട് വെന്തു പോയി കഴിഞ്ഞാൽ മിശ്രിതം തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ അത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരുപാട് വേവിക്കരുത് എന്ന് പറയുന്നത്. മീഡിയം വേവ് മാത്രം മതി. ഏത്തപ്പഴം വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട കൂട്ടുണ്ടാക്കി വെക്കാം. ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിലേക്ക് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് കോരിയെടുക്കുക. അത് കഴിഞ്ഞ് അതേ നെയ്യിൽ തന്നെ ചിരണ്ടി വച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ചെറുതായി ഒന്ന് ചൂടായതിന് ശേഷം പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ പഞ്ചസാര പറയാൻ വിട്ടുപോയി. പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മധുരം ബാലൻസ് ആകുവാൻ വേണ്ടി 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാടാകരുത്, സ്വല്പം മാത്രം ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കുക. തേങ്ങയുടെ കളർ ഒരുപാട് മാറാൻ പാടില്ല. ആ വൈറ്റ് കളറിൽ തന്നെ നിൽക്കണം. അതാണ് കാണാൻ ഭംഗി. വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം എടുക്കുക. നല്ല ചൂടോടുകൂടെ തന്നെ വേണം ഇത് തയ്യാറാക്കി എടുക്കുവാൻ. വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നതിന് ശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഉടച്ചെടുക്കുക. ചൂട് ചെറുതായി കുറഞ്ഞതിന് ശേഷം സ്പൂൺ മാറ്റി കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ വേണം കുഴച്ചെടുക്കുവാൻ വേണ്ടി. എല്ലാ കട്ടകളും ഉടച്ചെടുക്കണം. ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായി അവിടെ ഇവിടെയായിട്ട് കിടക്കാൻ പാടില്ല. നല്ല രീതിയിൽ ഉടച്ചെടുക്കുക. കട്ടകളൊന്നുമില്ലാതെ ഏത്തപ്പഴം കുഴച്ചെടുക്കുക. എന്നതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കുന്നത് പോലെ ചെറിയ ഉരുളകളാക്കി വയ്ക്കുക. ഒരുപാട് വെന്തു പോയി കഴിഞ്ഞാൽ ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിലിങ്ങനെ ഒരുപാട് നേരം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് വെന്തു പോകാതിരിക്കാൻ ശ്രമിക്കുക. ഒരു മീഡിയം വേവ് മാത്രമേ പാടുള്ളൂ. ഉരുളകളാക്കി വെച്ചിരിക്കുന്ന പഴമെടുത്ത് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന കൂട്ട് നിറച്ച് കൊടുക്കുക. ഒന്നിനകത്ത് നിറച്ച് അന്നേരം തന്നെ ഷേപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എല്ലാത്തിനകത്തും നിറച്ചിട്ടാണ് ഷേപ്പ് ചെയ്തത്. തീരെ ചെറിയ ഉരുളകളാക്കി എടുക്കരുത്. അത്യാവശ്യം കട്ടിയുള്ള ഉരുളകളാക്കി എടുക്കണം. കൂട്ട് നിറച്ചതിന് ശേഷം ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഉന്നക്കായ നമുക്ക് പൊരിച്ചെടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. തീ ഒരുപാട് കൂടാതിരിക്കാൻ ശ്രമിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അത് വളരെ ശ്രദ്ധയോടെ ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിടാൻ പറയുന്നത്.
ഈ ഒരു രൂപത്തിൽ വേണം ഇത് പൊരിച്ചെടുക്കുവാൻ. ഉന്നക്കായ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിഷ്ടപ്പെടുവാനും ഒരു കാരണമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ വീട്ടിലാണ് ഇത്തരം പലഹാരങ്ങളാക്കിയിരുന്നത്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിൻ്റെയും വീട്ടിലൊന്നും പണ്ട് കാലത്ത് ഇത്തരം പലഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളും വിട്ട് 1 മണിക്കൂർ വേണം നടന്ന് വീട്ടിലെത്തുവാൻ വേണ്ടി. ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത് മുസ്ലിംസിൻ്റെ വീട്ടിൽ നോമ്പ് മാസത്തിൽ വൈകുന്നേരം ഇത്തരം സ്നാക്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ സ്കൂളും വിട്ട് നടന്നു വരുമ്പോൾ കൊതിയോടെ ഓരോ വീടുകളിലും ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ മണമൊക്കെ അടിച്ച് നാവിൽ വെള്ളമൊക്കെ ഒലിപ്പിച്ച് വരുമ്പോൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ചില ഉമ്മാമ്മമാരുണ്ട്. അവരുടെ കയ്യിൽ ഒരു പൊതിയുണ്ടാവും. അതിനകത്ത് വ്യത്യസ്ത ഇനം പലഹാരങ്ങളുണ്ടാവും. മക്കളെ നിങ്ങൾ കഴിച്ചോളിൻ എന്ന് പറയും അവർ. ഞങ്ങളത് മേടിച്ച് നിറപ്പുഞ്ചിരിയോടെ ഒരു ഓട്ടമുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും മറക്കുവാൻ പറ്റില്ല. ആ രുചികളൊക്കെ ഇന്നും നാവിലുണ്ട്. വളരെ തെളിമയോടെ നിൽക്കുകയാണ്. വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുവാൻ ശ്രമിക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരവും കൂടിയാണ്. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.